താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ആധുനിക കുടുംബങ്ങൾക്ക് സമ്മാനിച്ച മഹത്തായ ഒരു സമ്മാനമാണ്. കുടുംബങ്ങളെ അതിൻ്റെ അനുദിന കർമ്മങ്ങളിലും വെല്ലുവിളികളിലും സഹായിക്കുക, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ചിന്തകളും ചർച്ചകളും ആണ് പാപ്പ ഈ അപ്പസ്തോലിക രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അപ്പസ്തോലിക രേഖയിൽ നിന്നുള്ള ചിന്തകളും ചർച്ചകളുമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ഏവരെയും ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചിന്തകളും ചർച്ചകളും പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഈ സമയം നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നാം പരിചയപ്പെടുന്നത്, സ്വാഗതം ചെയ്യുന്നത് കുത്തൂരച്ചനെയാണ്. ഫാദർ വർഗീസ് കുത്തൂർ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും കുടുംബ പ്രശ്നങ്ങളിൽ സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നാം സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ ചർച്ചകളെ സജീവമാക്കുന്ന ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായിരിക്കുന്ന കെ എം ഫ്രാൻസിസ് സാറിനെ ഏറെ ആദരവോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ മേരി റെജീനയാണ്. ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. മാഡത്തിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞൊരു എപ്പിസോഡിൽ കുട്ടികളുടെ ധാർമ്മിക രൂപീകരണം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയായിരുന്നു കുട്ടികളുടെ ധാർമ്മിക രൂപീകരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മളതിൽ ഏറ്റവും പ്രധാനമായി കണ്ട കാര്യം ഇതായിരുന്നു: മക്കൾക്ക് മാതാപിതാക്കളിൽ അർപ്പിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം, ആ ഒരു ട്രസ്റ്റ് രൂപപ്പെടാതെ ഈ ഒരു ധാർമ്മിക രൂപീകരണം എളുപ്പമല്ല. അതിൻ്റെ എല്ലാ ചിന്തകളും ചർച്ചകളും നമ്മൾ കേട്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കൂടുതൽ ചർച്ചകളിലേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കടന്നു പോകാം. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ചർച്ച അവസാനിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, സൂക്ഷ്മതയോടെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം നമുക്ക് ഈ ധാർമ്മിക രൂപീകരണം നടത്തേണ്ടത്. എന്താണ് ആ ഒരു കാര്യം? നമ്മളെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അവരുടെ ഭാഷയിൽ ധാർമ്മിക രൂപീകരണത്തിൽ സഹായിക്കാൻ സാധിക്കുക? ഈ എഡ്യൂക്കേഷണൽ പെഡഗോഗി എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ സിലബസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവർ ആദ്യം ചെയ്യുക, ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക, ഗാനങ്ങൾ പഠിപ്പിക്കാനാണ്. നഴ്സറി റൈംസ്. ഈ നഴ്സറി റൈംസിന് ശേഷം കൊച്ചു കഥകൾ. ആ കൊച്ചു കഥകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് അമ്മ എനിക്ക് പാൽ തരും, ഞാൻ അച്ഛനേക്കാൾ വലുതാവണം, തെങ്ങ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഉപന്യാസത്തിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ജീവചരിത്രങ്ങൾ അങ്ങനെയാണ് പഠിക്കുക. ഈ പ്രക്രിയ സെക്യുലർ ലോകം കണ്ടെത്തിയിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് കണ്ട അതേ കാര്യം തന്നെയാണ് സഭയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അമ്മാമ്മമാർ പഴയ കാലത്ത് വളരെ പ്രായോഗികമായിട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ പുത്തംപാന എന്തിനാണ് പാടിയിരുന്നത് പ്രാർത്ഥനയിൽ? ആ പുത്തംപാന എന്ന പാട്ട് ആ കാലത്തിനനുസരിച്ച് പാടുമ്പോൾ പാട്ടാണ്, കവിതയാണ് ആദ്യമായി ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ
യാതൊരു തടസ്സവുമില്ലാതെ കയറിക്കൂടുക. അപ്പം രണ്ടാമത് 3 വയസ്സ് തൊട്ട് വീട്ടുകാർ കഥ പറഞ്ഞു കൊടുക്കണം. 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കഥ 15 വയസ്സിൽ കേട്ടാൽ അവന് വിലയുണ്ടാവില്ല. ഇപ്പോൾ സെബസ്ത്യാനോസിൻ്റെ കഥ, ഗീവർഗീസിൻ്റെ കഥ, സൂസന്നയുടെ കഥ. ഒരു കുട്ടി എങ്ങനെയാണ് ചാരിത്രം സംരക്ഷിക്കേണ്ടത് എന്ന് മരിയ സൂസന്നയുടെ കഥയുണ്ട്. ആ സൂസന്നയെ 2 പേര് പറഞ്ഞു, നീ ഞങ്ങൾക്ക് വിധേയായില്ലെങ്കിൽ നിന്നെ കുറ്റക്കാരിയായി ഞങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ ഇവള് പറഞ്ഞു, എൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവർക്ക് വിധേയായില്ലേ. ആ കഥ 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലച്ചോറിലേക്ക് കയറിയാൽ അത് അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ചാരിത്രശുദ്ധി നിർണായകമാണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിയും. അതുകൊണ്ട് ഈ പഴയ അമ്മമാര് ഇപ്പോഴും മരിയ ഗുരേത്തിയുടെ കഥ നമ്മൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ മരിയ ഗുരേത്തിക്ക് തന്നെ എന്തുകൊണ്ട് അത് സാധിച്ചു എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഈ സൂസന്നയുടെ കഥയൊക്കെ അവളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊടുക്കാൻ അവളുടെ അമ്മ അപ്പനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ട്. പറഞ്ഞാൽ അനുസരിക്കാതെ വീടിന് പുറത്തു പോയ ആട്ടുംകുട്ടിയെ ചെന്നായെ പിടിച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കേട്ട കഥ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ അമ്മാമ്മയോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഈ കഥ എന്നെ പറയാനുള്ളൂ എന്ന്. പക്ഷെ അപ്പോഴേക്കും പറഞ്ഞാൽ അമ്മ വീടിനുള്ളിലിരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കാത്ത പുറത്തു പോയ ആട്ടുംകുട്ടിയുടെ കഥ. അപ്പൊ ഈ കഥകളൊക്കെ കേൾക്കേണ്ടത് ഒരു 7 വയസ്സിന് മുൻപാണ്. പക്ഷെ ഈ കഥകൾ പറഞ്ഞു കൊടുക്കാതെ കുത്തബ് മിനാർ ആരുണ്ടാക്കി, താജ്മഹൽ ആര് നിർമ്മിച്ചു എന്നത് വളരെ ഗഹനമായിട്ട് അമ്മമാരും അപ്പന്മാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് വേണമെങ്കിൽ ചില കഥകളും പാട്ടുകളും കവിതകളും ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു ബോറടി തോന്നും. പക്ഷെ പിന്നീടാണ് ആവർത്തിച്ചതിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. കാരണം ആവർത്തിക്കുമ്പോഴാണ് അത് ബോധ്യങ്ങളിലേക്ക്, മനസ്സിലേക്ക്, ബുദ്ധിയിലേക്കൊക്കെ അങ്ങനെ അരിഞ്ഞിറങ്ങുന്നതൊക്കെ. ആ സമയത്ത് അവർ പറയാം, നല്ല ശീലങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. അതിനൊരു ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ആവർത്തനമില്ലാതെ, സ്വതന്ത്രവും വിലപ്പെട്ടതുമായ ആവർത്തനമില്ലാതെ ധാർമ്മിക വിദ്യാഭ്യാസം സംഭവിക്കുകയില്ല. നല്ല പെരുമാറ്റത്തിൻ്റെ ബോധപൂർവകവും സ്വതന്ത്രവും വിലപ്പെട്ടതുമായ ആവർത്തനം, അതാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ. അതിൻ്റെ ആ ഒരു സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് ഒരു ബോധം ജനിപ്പിക്കുക, ഇതൊക്കെയാണ് ശരി എന്നുള്ള ബോധമാണ് അച്ഛൻ എനിക്ക് തോന്നി കഥകളിലൂടെയും. പണ്ട് മരം വെട്ടുമ്പോൾ മഴു വെള്ളത്തിൽ പോയി, അതെത്ര സ്കൂളിൽ പഠിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ കേട്ടാണ്. മാലാഖ പ്രത്യക്ഷപ്പെടുന്നു, ഇരുമ്പിൻ്റെ കൊടുക്കുന്നു, വെള്ളിയുടെ കൊടുക്കുന്നു, സ്വർണത്തിൻ്റെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ആ ബോധവൽക്കരണമാണ് ഈ കഥകളിലൂടെയും ഇതിലൂടെയും നടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ നിർണായകത അടങ്ങിയിരിക്കുന്നത് അതിലെ മെസ്സേജ് തന്നെയായിട്ട് കുട്ടിയോട് പറഞ്ഞാൽ കുട്ടി സ്വീകരിക്കില്ല. കാരണം രസിക്കുന്നത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഇപ്പോൾ ചോറ് തരുമ്പോൾ എന്തിനാണ് കറികൾ തരുന്നത്? കറിയില്ലാതെ ചോറ് തിന്നാൻ നമ്മളെ കൊണ്ട് കഴിയില്ലേ? കപ്പ തരുമ്പോൾ അതിൻ്റെ കൂടെ മിളക് ചമ്മന്തി തരും, കഷായം തരുമ്പോൾ ചെറിയ ശർക്കര കഷ്ണം തരും. അപ്പോൾ അങ്ങനെയാണ് ഇത് കുറച്ച് എന്താ പൊടുപ്പും തൊങ്ങലും ഒക്കെ ഇമാജിനേഷൻ, കാൽപ്പനികമായ ഒരു ലോകം, ആ കാൽപ്പനികതയോട് കൂടിയിട്ടാണ് ഇത് പറയുള്ളൂ. അപ്പോൾ ഇന്ന് ചിലര് വലിയ ബുദ്ധിജീവികൾ അതിനെ എതിർക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു കുട്ടി എങ്ങനെയാ വളരുക എന്ന അറിവില്ലാതെയാണ് ഇത്തരം കഥകൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു മാഷേ നമ്മളൊരു 6 വയസ്സ് വരെയാണ് ഈ ബോധവൽക്കരണ പ്രക്രിയ നടത്തുന്നതെന്ന് തോന്നുന്നു, കഥകളിലൂടെയൊക്കെ. പിന്നെ പയ്യെ അതിനെ ഒരു ബോധ്യമാക്കാൻ ശ്രമിക്കുക, വളർച്ച അടുത്ത ഒരു കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു അത് ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കടയിൽ പറഞ്ഞു വിടുകയോ ചെറിയ ചെറിയ ശീലം, പ്രാർത്ഥന, കുരിശു വരയ്ക്കുക, ചില വചനങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുക, പറയാനായിട്ട് പ്രയോഗിക്കുക. അപ്പോൾ മുതിർന്നവരൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, ഈ ദയവായി നന്ദി പറയാൻ പഠിപ്പിക്കുക, എനിക്ക് സോറി പറയാൻ പഠിപ്പിക്കുക. ഞാൻ അഭിനന്ദനം പറയുക. ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് 5 മക്കളുണ്ട്. അപ്പോൾ തല്ലൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ആൾ വന്ന് പരാതി പറയുമ്പോൾ വൈഫ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൻ ക്ഷമിക്കി അവന് എന്ന് പറയുമ്പോൾ മുമ്പ് സമ്മതിക്കാറില്ല. ഇപ്പൊ ചെറുത് 4 വയസ്സാണല്ലോ. അപ്പൊ എന്നോട് ഇഷ്ടമില്ല, ക്ഷമിക്കാലേ. അത് മാത്രല്ല, പേരൻസ് കുട്ടികളോട് ചില കാര്യങ്ങളിൽ മാപ്പ് പറയുന്നത്
ഒരു നല്ല കാര്യമാണെന്ന്. നല്ല ഫോർമേഷനാണ് ശരിക്കും അത്. അതായത് അവര് തമ്മിൽ മാപ്പ് പറയണത്, ഭാര്യയും ഭർത്താവ്. അതായത് ഇനി മക്കളോട് ചില കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെയുള്ള ദേഷ്യത്തിന് നമ്മൾ ചീത്ത പറയും. പിന്നെ നമ്മൾ തിരിച്ചറിയും അവരല്ല തെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ദേഷ്യം കൊണ്ടാണെന്ന്. ആ സമയത്ത് നമ്മൾ കുട്ടികളോട് പറയുന്നത് എന്തെന്ന്, അപ്പൻ്റെ ആ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്, നീ ശരിക്കും തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കുന്നു എന്ന് അമ്മയും അപ്പനും ഒരു പ്രാവശ്യം കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി ആയുഷ്കാലം ഇതേപോലെ മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കും. എന്നിട്ട് കുട്ടി 90 വയസ്സാവുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നുവോ അത് 9 മാസം തൊട്ട് പരിശീലിപ്പിക്കണം എന്നാണ് ഈ പറയുന്നത്. പരിശീലനം എന്ന വാക്കാണ് അച്ഛാ എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഈ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള മാതാപിതാക്കള് കുട്ടികളെ അങ്ങനെ നിർബന്ധിക്കണോ എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചില ശീലങ്ങൾ വളർത്താൻ തിരുത്തണോ, അവന് ബുദ്ധി ഉണ്ടാവുമ്പോ അവന് ചെയ്തോളൂ. അവിടെയാണ് മാഷ് നേരത്തെ പറഞ്ഞ കൃത്യം. ചിലതൊക്കെ അവർ വളർന്നും ശരിയായിക്കോളും. നോ, അത് ചില കാര്യങ്ങൾ കൊടുക്കേണ്ട പ്രായത്തിൽ നിരന്തരമായി പറഞ്ഞ് സ്നേഹപൂർവമായ നിർബന്ധങ്ങളിലൂടെ വളർത്തിയെടുക്കണം. അത് സ്നേഹപൂർവമായ നിർബന്ധം, വാക്കില്ലാതെ സ്നേഹമില്ലാതെ നിർബന്ധിച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഈ അപ്പനും അമ്മയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വേണം. അതിനാണ് മാർപ്പാപ്പ ഈ സഹഗമനം എന്ന്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ TV കാണും, അവർ പ്രാർത്ഥന ചൊല്ലും, ഇല്ലെങ്കിൽ അവർ പഠിക്കും, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ വീടുകളിൽ. ഇതിൽ തന്നെ ചിലപ്പോ അപ്പൻ പറയും, അപ്പൊ അമ്മ പറയും അത് വേണ്ട, നിങ്ങൾ എന്തിനാ അതൊക്കെ പറയണേ. രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഫോർമേഷൻ നടക്കേണ്ടത്. അല്ലാതെ ഒരു അപ്പം മാത്രം ഫോർമേഷൻ കൊടുക്കുകയും അമ്മ വേറെ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആചരിക്കും. ഇവിടെ ഇത് കേൾക്കുന്ന പാരൻസ് തന്ത്രപൂർവമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ ശ്രമിക്കണം. എന്താണ് ആ തന്ത്രം എന്ന് ചോദിച്ചാൽ, ചില കാലഘട്ടത്തിലെങ്കിലും ചിലപ്പോൾ അമ്മ പറയുന്നതിനെ അപ്പൻ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് എതിർക്കും. അങ്ങനെ വരുന്ന സമയത്ത് അമ്മ കുറച്ച് കാലത്തേക്കെങ്കിലും തന്ത്രപൂർവമായ മൗനം പാലിക്കണം. ഇതേപോലെ ഭർത്താവ് പറയുന്നത് നേരിട്ട് ഭാര്യ ഖണ്ഡിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് ചില തന്ത്രങ്ങള്, അതാണ് കുട്ടികളുടെ മുന്നിൽ ചില തന്ത്രങ്ങൾ മാഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലും നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുക. പെട്ടെന്ന് കുട്ടികളുണ്ട് എന്നുള്ള മറന്നു, ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഗ്രാജുവലി നമ്മൾ ഈ ഷോ നടത്തുന്ന തന്നെ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ വീണ്ടും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അല്ലാതെ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയതല്ല. ഇത് അച്ഛൻ ഓർമ്മിപ്പിച്ചത് കൊണ്ട് നമ്മൾ പറയാം, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പെട്ടെന്ന് തന്നെ മറുത്ത് പറയുക എന്നുള്ളൊരു ശീലമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മക്കളോട് നമ്മൾ സ്നേഹപൂർവ്വമായി നമ്മളും ഉപദേശിക്കും. ഈ ഭാര്യാഭർത്താക്കന്മാരുടെ ഐക്യം, മാതാപിതാക്കളുടെ ഐക്യമാണ് ആദ്യത്തെ മാതൃക. കുടുംബത്തിന്റെ ധാർമ്മികതയിൽ കുഞ്ഞുങ്ങൾ വളരാനുള്ള ആദ്യത്തെ മാതൃക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത കാര്യങ്ങൾ ബന്ധപ്പെട്ട് നമുക്കൊരു ക്ലിപ്പിങ്ങിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഏവരുടെയും ശ്രദ്ധ ഈ ധാർമ്മിക രൂപീകരണത്തെ ശ്രദ്ധിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഷെയറിംഗ് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളുടെ ഡോക്ടേഴ്സാണ്. ഞങ്ങൾക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. കുട്ടികളുടെ ധാർമ്മികമായിട്ടുള്ള രൂപീകരണം മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. വിവാഹം എന്ന കുദാശയിൽ ദമ്പതിമാരുടെ സ്നേഹവും കുട്ടികളുടെ ജനനവും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ധാർമ്മിക വിദ്യാഭ്യാസവും അവരുടെ മനസ്സാക്ഷി രൂപീകരണം. കുഞ്ഞുങ്ങളുടെ ഇളം പ്രായത്തിൽ തന്നെ നല്ല ഒരു മനസ്സാക്ഷി രൂപം കൊള്ളുവാനായിട്ട് മാതാപിതാക്കൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ശൈശവത്തിൽ തന്നെ വേണ്ട ശിക്ഷണം കൊടുക്കുവാനായിട്ട് ഞങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ ഏകദേശം 5-5:30 ആകുമ്പോൾ എഴുന്നേൽക്കുകയും മക്കളെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനയായാലും അതുപോലെ വചനം വായിക്കുന്നതായാലും മക്കളെ പരിശീലിപ്പിക്കാനായിട്ട് ഞങ്ങൾ
രണ്ടുപേരും ശ്രദ്ധിക്കുന്നു. വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പാരൻസ് ഉണ്ട്, ഗ്രാൻഡ് പാരൻസും ഞങ്ങൾ പാരൻസും ഞങ്ങൾ മക്കൾ 6 പേര് ഞങ്ങൾ ഒരുമിച്ച് സന്ധ്യയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്നത് കുടുംബത്തിലുള്ള ദൈവ സാന്നിധ്യത്തിന് കാരണമാകുന്നു. മാതാപിതാക്കൾ മക്കൾക്കൊരു മാതൃകയായി തീരാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവരെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന പോലെ ശരിയായ മനസാക്ഷിയുടെ രൂപീകരണത്തിന് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം പഠിക്കുവാനും അത് ധ്യാനിക്കുവാനും അത് മക്കൾ പരിശീലിക്കുവാനും ഞങ്ങൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ വരുമ്പോഴും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കൾ വരുമ്പോൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥന കഴിയുമ്പോൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ അടുത്ത് വരുന്ന പേരൻസ് ഒത്തിരി പ്രശ്നങ്ങളായിട്ട് രോഗങ്ങളായിട്ടൊക്കെ വരുമ്പോൾ അവരോട് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എല്ലാ ദിവസവും മക്കളെ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. അങ്ങനെയാണ് ഈ മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് രൂപം കൊടുക്കുക. ഞങ്ങളുടെ 5ാമത്തെ മകളുടെ മാമോദിസയ്ക്ക് തലേദിവസമാണ് ഞങ്ങളങ്ങനെ നേരത്തെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് രൂപം കൊടുക്കുകയും അത് പ്രിൻറ്റ് ചെയ്ത് പേഷ്യൻസിനൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി പേരൻസ് വന്നിട്ട് മാതാപിതാക്കൾ വന്നിട്ട് ഒത്തിരി നല്ല ഫീഡ്ബാക്ക് ആ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ, ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ തന്നെ മക്കളുടെ ജീവിതത്തിൽ ഒത്തിരി അവരുടെ ജീവിതത്തിലുള്ള പല ഭയങ്ങളും അതുപോലെ സംശയങ്ങളൊക്കെ വിട്ടുപോകുന്നതായിട്ട് അവരുടെ സ്വഭാവത്തിൽ ഒത്തിരി പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, യാക്കോബ് 1:5, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ ഉദാരമായി എല്ലാവർക്കും നൽകുന്നവനാണ് അവിടുന്ന്. ഞങ്ങൾക്ക് 6 മക്കളെ വളർത്തുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള ചിന്തയും ദൈവമാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിനാണെങ്കിലും അവരെ നയിക്കുന്നതിനാണെങ്കിലും ഈ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടതെന്നുള്ളൊരു വലിയ ബോധ്യം ഞങ്ങളിൽ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഞങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ നയിക്കാനും അവരെ തിരുത്തുവാനും പലപ്പോഴും ശ്രമിക്കുകയും എന്നാൽ വളരെ അധികം പരാജയപ്പെടുകയും അത് വളരെയധികം നിരാശയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വരം ഞങ്ങൾക്ക് ലഭിക്കാൻ ആ സഹായകനെ ദൈവം വാഗ്ദാനം ചെയ്തത് നമ്മുടെ ഉള്ളിലൊരു ബോധ്യമായി വളർന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ പലപ്പോഴും അവരുടെ ഓരോ പരാതികളും അവരുടെ കുറവുകളാണെങ്കിലും അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കാതെ അതിന് പകരം പരിശുദ്ധാത്മാവിനോട് നേരെ പറയും, എൻ്റെ കുഞ്ഞുങ്ങളിൽ വന്ന് നിറയണേ പരിശുദ്ധാത്മാവെ. പഠിക്കാനുള്ള അവരുടെ ഓരോ കുറവുകളാണെങ്കിലും അവർക്ക് വരുന്ന തെറ്റുകളാണെങ്കിലും നമ്മൾ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ജോലിയിലെ തിരക്കിനിടയിൽ ആകുലപ്പെടുകയും ചില സമയങ്ങളിൽ വല്ലാതെ നിയന്ത്രണം വിട്ടുപോയും ദേഷ്യം വരികയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം പരിശുദ്ധാത്മാവിനോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ തന്നെ അവരോടൊന്ന് തിരുത്താൻ പറയുകയും അതേസമയം നമ്മൾ ഉള്ളിൽ തന്നെ വളരെയധികം ശാന്തത അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം പരിശുദ്ധാത്മാവേ എൻ്റെ കുഞ്ഞുങ്ങളിൽ വന്ന് നിറയണേ, ആത്മാവേ അവരിൽ ജ്ഞാനവരവും അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും അവരുടെ ബുദ്ധിക്ക് പ്രകാശവും നൽകണമേ എന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ക്ലിപ്പിങ്സൊക്കെ കാണുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പല മാതാപിതാക്കൾക്കുള്ളൊരു സങ്കടവും പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഈ നല്ല ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ അവരുടെ പരമാവധി ശ്രമിക്കുന്നു, കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് നല്ല ശീലങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ പുറത്തോട്ട് പോകുമ്പോൾ അവർ പഠിക്കുന്ന ഒരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ബാംഗ്ലൂർ എത്തി അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി കഴിയുമ്പം പെട്ടെന്ന് ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകാനൊരു ടെൻഡൻസി കാണിക്കുന്നു. അപ്പം എങ്ങനെയായിരിക്കും നമുക്ക് അതൊന്ന് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുക? ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം
എന്ന് ഈ കേൾക്കുന്ന മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സമൂഹത്തിന് നമ്മൾ ഈ ഒരു മൂല്യവ്യവസ്ഥയുണ്ട്. ഇന്ന കാര്യം വിലയുള്ളതാണ്, ഇന്ന കാര്യം അതിനേക്കാൾ വില കുറഞ്ഞതാണ്, ഇന്ന കാര്യം അതിനേക്കാൾ വില കുറഞ്ഞതാണ്. ഏറ്റവും മൂല്യമായിട്ടുള്ളത് കാരണവന്മാരെ ബഹുമാനിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, ഇത്തരം കാര്യങ്ങളാണ് മൂല്യവ്യവസ്ഥ. ഈ മൂല്യവ്യവസ്ഥ അനുസരിച്ചില്ലെങ്കിൽ ഒരു ശിക്ഷ വ്യവസ്ഥയും ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് ഒരു പെൺകുട്ടി, അവള് ഒരു ഹാഫ് സ്കർട്ട് ഇട്ടിട്ട് 20 വയസ്സായ പെൺകുട്ടി വന്നു എന്ന് കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവളെ തുറിച്ചു നോക്കും. ആ തുറിച്ചു നോക്കണ ആളുടെ സംസ്കാരക്കുറവല്ല, അതിന് പകരം നിലവിലുള്ള മൂല്യവ്യവസ്ഥയെ ലംഘിച്ചതിനുള്ള സമൂഹത്തിൻ്റെ ഒരു ശിക്ഷയാണ് ഈ തുറിച്ചു നോട്ടം. ഒരു 12 വയസ്സുകാരനായ ഒരു കുട്ടി ബീഡി വലിച്ചാൽ ഉടൻ തന്നെ ഒരു 19 വയസ്സുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണുരുട്ടി നോക്കും, അതിപ്പോഴും നോക്കും. അപ്പം അങ്ങനെയുള്ള ശിക്ഷ വ്യവസ്ഥിതിയിലാണ് ഒരു കുട്ടി ഓരോ സ്ഥലത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേരൻസ് മുൻപേ തന്നെ അറിഞ്ഞിരിക്കണം, വേറൊരു മൂല്യവ്യവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ കുട്ടി ബോംബെയിലേക്ക് ചെന്നു എന്ന് കരുതുക, അവിടെ ഹാഫ് സ്കർട്ട് ഇടുന്നതൊന്നൊരു പ്രശ്നമല്ല, അപ്പോൾ അവിടെ ആരും തുറച്ചു നോക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ആ ഡ്രസ്സിങ് കോഡിലേക്ക് ഒറ്റ മാറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് അങ്ങനെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് പേരൻസ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാവശ്യമായ മൂല്യവ്യവസ്ഥ ആന്തരികമായി രൂപപ്പെടാൻ അനുവദിക്കണം. അതനുവദിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രക്രിയ ഉണ്ടെന്ന്, കഥകൾ, ജീവചരിത്രങ്ങൾ, ഇത് മനസ്സിലൊരു ബോധ്യമായി അടിയുറച്ച് അത് അങ്ങനെ വരുമ്പോഴാണ് ശീലങ്ങൾ. ഇത് മാത്രമല്ല, ചില കാര്യങ്ങളിൽ സംവാദങ്ങൾ, കുട്ടികൾ വീട്ടിൽ ചോദിക്കും, എന്ത് മോളെ, ഇപ്പോൾ എൻ്റെ മോള് കാലൊക്കെ അകത്തി ഇങ്ങനെ ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഒരു മൂല്യം പറയാണ്, ഡേ കാല് കൂട്ടി വെച്ചിരുന്നത്. അപ്പോൾ ഉടൻ തന്നെ അവൾക്കൊരു ചോദ്യം, എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പാടില്ലേ, സ്വാഭാവികമായ ചോദ്യമാണ്, പറയാറുണ്ടോ? ഇത് ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ സ്നേഹപൂർവമായ ഒരു സംവാദം, അതിൻ്റെ കാര്യകാരനൊക്കെ മാതാപിതാക്കൾക്ക് അറിയാം. പക്ഷെ അവർ പലപ്പോഴും തുറന്നു പറയാൻ മടി കാണിക്കുകയാണ്. എൻ്റെ മോളെ, നീ ഇതുപോലെ ഇരുന്നാൽ എല്ലായിടത്തും ചെന്നാൽ നീ ഇതുപോലെ ഇരിക്കും. മാത്രമല്ല, നിന്റെ ശരീരത്തെ തെറ്റായ വിധത്തിൽ നോക്കാനായിട്ട് നീ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത് നീ ചെയ്യുന്ന അവിടെയാണ് മാഷ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് പെശകുന്നത്. പെൺകുട്ടികൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പറയും, അത് നീ അങ്ങനെയാണ്, അങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ഉത്തരാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സഹിഷ്ണുത കാണിക്കാതെ വരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പൂർവ്വ യൗസേപ്പിൻ്റെ കഥ വരുത്തിയിട്ടുള്ള സ്വാധീനം ഗംഭീരമാണ്. കാരണം പൂർവ്വ യൗസേപ്പിനോട് അവൻ്റെ മാതാപിതാക്കളുടെ മൂല്യം അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു സ്ഥലത്ത് ചെന്ന് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അധികാരിയുടെ ഭാര്യ അവനെ തെറ്റ് ചെയ്യാൻ പ്രലോഭിപ്പിക്കുമ്പോൾ അവൻ പറയുന്നത്, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ മൂല്യവ്യവസ്ഥ അനുസരിച്ച് എനിക്ക് ഇത്തരം ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വരുന്ന ഏത് വേദനയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്റേണൽ പവർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് തന്നെ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അവൻ്റെ അമ്മ പോകുമ്പോൾ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ ഗാന്ധിജിക്ക് പശുവിൻ്റെ സൂപ്പ് കഴിക്കാനായിട്ട് കപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അമ്മ പറഞ്ഞതാണ് എന്ത് ചെയ്യണത് ഓർമ്മ വരുന്നത്. ആ അമ്മ എന്ന വാക്കിനെ ഗാന്ധിജി വ്യാഖ്യാനിക്കുന്നത് സ്വന്തം അമ്മ മാത്രമല്ല, എന്നെ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, ഒരു കാന്തിക വലയം. അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പറ്റണില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ വിദേശ രാജ്യത്തേക്ക് യാത്ര പോവാണ്. അവൻ എന്നോട് ചോദിച്ചു, ഞാൻ പാലിക്കേണ്ട വല്ല ചട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു. 2 കാര്യത്തിൽ നീ ഉൾപ്പെടരുത്. 1, സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടരുത്. 2, മയക്കുമരുന്ന് കഴിക്കരുത്. അവൻ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ 2 പ്രലോഭനങ്ങളുടെ മുന്നിലൂടെയും കടന്നു പോയപ്പോൾ
സാറ് വളരെ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞ വാചകങ്ങളാണെങ്കിലും എനിക്കതൊരു തട പോലെ നിന്നു ഞാൻ ഒരു കൊല്ലം അതാണ് ഡിസേൺമെന്റ്, വിവേചിച്ചറിയാനുള്ള നമ്മളുടെ ഒരു പ്രോത്സാഹനവും ശീലവും ബോധ്യവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലേക്ക് വന്നു. മാഷ അത് പറഞ്ഞു കൊടുക്കുമ്പോഴേ ആ കുട്ടിക്കുണ്ടായ ബോധം അവളിനെ അത് ഉള്ളിൽ അവന്റെ ഉള്ളിലേക്ക് അത് വന്നു. അപ്പൊ പാരൻസും കുടുംബവും സമൂഹവും എല്ലാം കൂടി അവനിൽ ഉണ്ടാക്കുന്ന ഒരു ആന്തരിക വ്യവസ്ഥയാണ്. മറ്റ് ആകർഷണങ്ങളെ അതിശയിക്കുന്ന വിധത്തിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള ദാഹം നമ്മിൽ വേര് പിടിക്കുന്ന അവസ്ഥയിൽ നാം എത്തിച്ചേരണം. അത് നിരന്തരമായിട്ട് അലിഞ്ഞു ചേർന്നു. അങ്ങനെ വരുമ്പോൾ ഡിസേൺമെന്റിന് വിഷമമില്ല. പിന്നെ അത് ഏത് മൂല്യവ്യവസ്ഥയിലാണെങ്കിലും അവിടെ ചെന്നാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. മനുഷ്യൻ എപ്പോഴാ തെറ്റ് ചെയ്യുക? ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിലൊന്നും മദ്യം കഴിക്കാത്ത വ്യക്തിയാവും. പക്ഷേ ഞാൻ ഗോവയിലേക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്നെ ആരും അറിയുന്നവരില്ല. അപ്പോൾ എനിക്ക് അനോണിമസായി ഞാൻ. അപ്പോഴാണ് എനിക്കത് കുടിക്കാനുള്ള പ്രലോഭനം വരുന്നത്. അപ്പോൾ അതിനെങ്ങനെ അതിജീവിക്കും? ഇതാണ് സാറ് ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ, സഭയെ ശ്രവിക്കുന്നവർ, മാർപ്പാപ്പ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ മകൻ്റെ ഭൗതിക വളർച്ചയും വേണം, ആത്മീയ ധാർമ്മിക വളർച്ചയും വേണം. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യവും എൻ്റെ പ്രിയോറിറ്റിയും കുട്ടിയുടെ ആത്മീയ ധാർമ്മിക വളർച്ചയാണ്. മറ്റേത് വേണ്ട എന്നല്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അതിൽ ഞാൻ ബോധപൂർവം പരിശ്രമിക്കേണ്ടതാണെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് ചില തീരുമാനങ്ങളും ആക്ഷൻസും നടത്തിയാൽ ഇത്തരം കുട്ടികൾ തെറ്റിൽ പോയാൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിരന്തര പ്രാർത്ഥനയും അവരനുഗമിക്കണം എന്നാണ് ഞാൻ പറയുക. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു കുഞ്ഞുനാളിലെ തന്നെ നല്ല ബോധ്യങ്ങൾ കഥകളിലൂടെയും രസകരമായ കവിതകളിലൂടെയും ആവർത്തിച്ച് ഞങ്ങളുടെയൊക്കെ പഴയ അമ്മാമ്മമാർ അപ്പന്മാരൊക്കെ ഞങ്ങൾക്ക് പകർന്നു തന്ന പോലെ ഇനിയുള്ളൊരു ജനറേഷൻ നമുക്കൊരു പ്രാക്ടിക്കൽ ടിപ്പ് പോലെ ഇരിക്കട്ടെ. നല്ല കഥ പറച്ചിലൂടെയും ആ ബോധ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞു കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ബോധ്യങ്ങളാണ് അവരുടെ ഉള്ളിൽ പിന്നീട് നല്ല ഒരു ശീലങ്ങളായും നല്ല ശീലങ്ങൾ വലുതായി കഴിയുമ്പോൾ വിവേചിച്ചറിയാവുന്ന രീതിയിലേക്കുള്ള കൃത്യമായ ബോധ്യങ്ങളായി രൂപപ്പെടുന്നത്. എവിടെ ചെന്നാലും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു കരുത്ത് അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഈ കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തിൽ നമുക്ക് മാതാപിതാക്കൾക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. അടുത്തൊരു എപ്പിസോഡിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തിൽ തുടരാം.